ഹലോ ഫ്രണ്ട്സ്, റെയിൽവേ എക്സാംസിന് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന വിഷയമാണ് ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും. ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതും. രണ്ട്, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളതും. ഇതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. റെയിൽവേ എക്സാംസിന് NCERT പാഠപുസ്തകങ്ങളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് NCERT പാഠപുസ്തകങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ NCERT ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റെയിൽവേ എക്സാംസ്. എന്തുകൊണ്ടാണ് NCERT എന്ന് പറയുന്ന പാഠപുസ്തകങ്ങൾ, അല്ലെങ്കിൽ NCERTയുടെ പാഠപുസ്തകങ്ങൾ റെയിൽവേ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. രണ്ട്, എങ്ങനെയാണ് NCERT പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ സഹായിക്കുന്നത്. മൂന്ന്, ഈ പ്രിപ്പറേഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി സ്കോർ ടീം എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വൈ NCERT ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റെയിൽവേ എക്സാംസ്. എന്തുകൊണ്ടാണ് NCERT പാഠപുസ്തകങ്ങൾ റെയിൽവേ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് ഈസ് എ കോമൺ സോഴ്സ്, അല്ലേ? എല്ലാ കുട്ടികൾക്കും, അത് ഇന്ത്യയുടെ ഏതറ്റത്തുള്ള കുട്ടികൾക്കും ഏത് ഗ്രാമത്തിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാഠപുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു സോഴ്സാണ് NCERT എന്ന് പറയുന്നത്, അല്ലേ? കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസോ മറ്റു ഓൺലൈൻ ക്ലാസ്സുകൾക്കോ പ്രാപ്തി ഇല്ലാത്ത കുട്ടികൾക്ക് പോലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് NCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അവർക്കും ഈ എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ NCERT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ബഹുഭൂരിപക്ഷം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റെയിൽവേ എന്ത് ചെയ്യുക, എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ NCERT പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ടത് റെയിൽവേ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. രണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇതിന് മുന്നേ RRB കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസ്, അത് RRBയുടെ ALP ആയിക്കോട്ടെ, ടെക്നീഷ്യൻ എക്സാംസ് ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, RPFൻ്റെ എക്സാം ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ നടത്തിയിട്ടുള്ള എക്സാംസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും, പ്രത്യേകിച്ച് ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ജനറൽ സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ NCERT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇറ്റ് വിൽ ഗീവ് യു എൻ എക്സ്ട്രാ എഡ്ജ്. നിങ്ങൾക്കറിയാം, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെയും ഗ്രേഡ് 3യുടെയും നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. RPFൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതെല്ലാം സിംഗിൾ ടയർ എക്സാമാണ്, ഒരു ഒറ്റ CBT, ഒറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ മൂന്ന് എക്സാംസിനും RRB നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഈ ഒറ്റ ടയർ എക്സാംസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. ചിലപ്പോൾ ജനറൽ അവയർനെസ്സിന് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 10 മാർക്കേ ഉണ്ടായിരിക്കുള്ളൂ, RPFനാണെങ്കിൽ 50 മാർക്കുണ്ട്. അപ്പോൾ ഈവൻ ദോ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ, ജനറൽ സയൻസ് എന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ, ത്രൂ ഔട്ട് RRB എക്സാംസിന് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ വെയിറ്റേജിന്. എന്നിരുന്നാൽ കൂടി ഒറ്റ ടയറുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മാർക്കും വിലപ്പെട്ടതായതുകൊണ്ട് ഓരോ മാർക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സ്കോർ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ, സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ NCERT ബേസ്ഡാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടായിരിക്കും മറ്റ് കാൻഡിഡേറ്റ്സിൻ്റെ മുന്നിൽ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് NCERT എന്ന് പറയുന്നത് റെയിൽവേ എക്സാംസിന് അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ഞങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. അതിൽ ജനറൽ അവയർനെസ്സിൻ്റെ 4 വിഷയങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്: ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ആൻഡ് എക്കണോമിക്സ്. ജനറൽ സയൻസ് വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ്. ഇങ്ങനെ 7 വിഷയങ്ങളിൽ നിന്നും RRB വിവിധ എക്സാമുകളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഹിസ്റ്ററിയിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. During the Indus Valley period, from where were the shells procured for craft production? RRB NTPCക്ക് സെക്കൻഡ് ടയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഡസ് വാലി പീരീഡിൽ എവിടെ നിന്നാണ് ഷെൽസ് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്, എന്തിനു വേണ്ടി? ക്രാഫ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി. ക്വസ്റ്റ്യൻ ടഫായിട്ടൊക്കെ തോന്നാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നാഗേശ്വരാണ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി പാർട്ട് 1, 12ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. 12ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ 1ാമത്തെ ചാപ്റ്ററിൽ 11ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇഫ് യു ലൊക്കേറ്റ് നാഗേശ്വർ ആൻഡ് ബാലക്കോട്ട് ഓൺ മാപ്പ് 1, യു വിൽ നോട്ടീസ് ദാറ്റ് ബോത്ത് സെറ്റിൽമെന്റ്സ് ആർ നിയർ ദ കോസ്റ്റ്. ദീസ് were specialized centers for making shell objects.
ഷെൽ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ് ആണ് നാഗേശ്വർ ആൻഡ് ബാലക്കോട്ട് എന്ന് NCERT പാഠപുസ്തകത്തിലെ 12ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ 1ാമത്തെ ചാപ്റ്ററിൽ 11ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ നാഗേശ്വരനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഇൻഡസ് വാലി പ്രൊഡക്ഷൻ ഫ്രം വേർ ദ ഷെൽ പ്രൊഡ്യൂസ്ഡ് ഫോർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ഉത്തരം എന്താണ്? നാഗേശ്വരാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ദ പീപ്പിൾ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ വർഷിപ്പ്ഡ്. RRB ALPയുടെ 1ാമത്തെ ടയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പശുപതിയാണ്. പല കുട്ടികൾക്കും അറിയാം, നമ്മുടെ ക്ലാസ്സിനകത്ത് എടുത്തിട്ടുള്ള കാര്യമാണ്. ഈ ചോദ്യവും ചോദിച്ചിരിക്കുന്നത് തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി 12ാം ക്ലാസ് ചാപ്റ്റർ 1 പേജ് നമ്പർ 23 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചോദ്യങ്ങളും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? NCERTയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഹിസ്റ്ററിയിൽ നിന്നുള്ള തന്നെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ് ഇൻഡസ് സിവിലൈസേഷൻ സൈറ്റ്സ് ഹാസ് ദ എവിഡൻസ് ഓഫ് വാട്ടർ റിസർവോയർ? NTPC CBT 1 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 2021. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ധോലാവിരയാണ്. ചോദ്യം ഒന്നുകൂടി നോക്കുക. ഏത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റിലാണ് എവിഡൻസ് ഓഫ് വാട്ടർ റിസർവോയർ ഉള്ളത്? അഗെയിൻ 12ാം ക്ലാസ്സിലെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ചാപ്റ്റർ 1 പേജ് നമ്പർ 4 കൊടുത്തിട്ടുണ്ട്. ബിസൈഡ്സ് വാട്ടർ റിസർവോയേഴ്സ് ഫൗണ്ട് ഇൻ ധോലാവിര മേ ഹാവ് ബീൻ യൂസ്ഡ് ടു സ്റ്റോർ വാട്ടർ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് വേണ്ടി ധോലാവിരയിൽ കണ്ടുകിട്ടിയിട്ടുള്ള വാട്ടർ റിസർവോയേഴ്സ് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് NCERT പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ റാൻഡം ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിൽ നിന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ NCERTയിൽ എഴുതിയിട്ടുള്ള ഓരോ ലൈനുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ലൈനുകളും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ റിവർ ഓഫ് സെൻട്രൽ ഇന്ത്യ വിച്ച് ഹാസ് എ ടോട്ടൽ ലെങ്ത് ഓഫ് അബൌട്ട് 724 കിലോമീറ്റർ വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം ബിത്തുൾ മധ്യപ്രദേശ് ആൻഡ് ഫ്ലോസ് ഇൻ ടു അറേബ്യൻ സീ. സെൻട്രൽ ഇന്ത്യയിലുള്ള ഒരു റിവറിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആ റിവറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 724 കിലോമീറ്റർ. ആ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലുള്ള ബേത്തൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒഴുകുന്നത് അറബിക്കടലിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ റിവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് താപ്പിയാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 2022. അഗെയിൻ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് 11ാം ക്ലാസ്സിലെ NCERT ജോഗ്രഫി എടുക്കുക. ചാപ്റ്റർ 3 ഡ്രെയിനേജ് സിസ്റ്റം പേജ് നമ്പർ 24 ഈ പാരഗ്രാഫ് ഒന്ന് നോക്കുക. The Tapi is the other important westward flowing river. Westward flowing river എന്ന് പറയുമ്പോൾ അറബിക്കടലിലേക്ക് പോകുന്ന റിവർ ആണെന്ന് അവിടെ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയുള്ള സെന്റൻസ് നോക്കുക. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം മുൾട്ടായ് ഇൻ ദ ബീറ്റൽ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. അപ്പം ചോദ്യത്തിനകത്ത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ബീറ്റൂളിൽ നിന്നാണ്, മധ്യപ്രദേശിൽ നിന്നാണ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ഇറ്റ് ഈസ് 724 കിലോമീറ്റർ ലോങ്. അത് അങ്ങനെ തന്നെ ക്വസ്റ്റിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഹാസ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 724 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERTയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള NCERTയിൽ നിന്നുള്ള സെന്റൻസുകൾ അടക്കമാണ് ഇവർ എന്തായിട്ട് ചോദിച്ചിരിക്കുന്നത്? ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ജോഗ്രഫിയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. According to the census of India 2011, the decadal population growth rate of India for 2001-2011 is approximately. RRB NTPC Tier 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫാക്റ്റ് ആണ്. 17.64% ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിരിക്കുന്ന NCERTയിൽ നിന്നാണ്. ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി 12ാം ക്ലാസ് ചാപ്റ്റർ 1 പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ പേജ് നമ്പർ 5 ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡേക്കേഡൽ ഗ്രോത്ത് റേറ്റ്സ് ഇൻ ഇന്ത്യ 1901 to 2011. അതിൽ 2011 ഗ്രോത്ത് റേറ്റ് 17.64% കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which type of forest is a major source of clumps, shrubs and various resources such as silver fir, incense, cedar and pine for nomadic tribes like Gujars and Bakarwals? RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഒരു വനം തന്നിട്ടുണ്ട്. ആ വനത്തിൽ കാണുന്ന മരങ്ങളുടെ, ആ വനത്തിൽ കാണുന്ന ട്രൈബ്സിൻ്റെയും പേരുകളും പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട്. ആ ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അഗെയിൻ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് 11ാം ക്ലാസ് ചാപ്റ്റർ 5 നാച്ചുറൽ വെജിറ്റേഷൻ പേജ് നമ്പർ 45 ഈ പാരഗ്രാഫിനകത്ത് ഇത് മൗണ്ടെയിൻ ഫോറസ്റ്റിനെ പറ്റി പറയുന്ന ഒരു പാരഗ്രാഫാണ്. ഈ എല്ലാ പാരഗ്രാഫാണ് ഈ പറയുന്ന എഴുതിയിരിക്കുന്ന എല്ലാം തന്നെ മൗണ്ടെയിൻ ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ഫിറും പൈനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈബ്സിൻ്റെ പേരായിട്ടുള്ള ഗുജാർസും ബക്കർവാൽസും ഇവിടെയും എടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അഗൈൻ NCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു, ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു, പൊളിറ്റിയിലെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്
അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അകത്ത്, ഇന്ത്യൻ ഭരണഘടനയിലെ റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ടു പ്രൊമോട്ട് വൺസ് റിലീജിയൻ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് വന്നിട്ടുള്ളതാണ്. NCERT ക്ലാസ് 11 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ചാപ്റ്റർ 2 റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പേജ് നമ്പർ 31 റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് വരുന്ന അവകാശങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ടു, ഈ ഓരോ അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ അവകാശങ്ങളാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അസംബിൾ പീസ്ഫുള്ളി, പിന്നെ ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിനകത്ത് ഉൾപ്പെടാത്തത് ടു പ്രൊമോട്ട് വൺസ് റിലീജിയൻ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ മാത്രമാണ്. അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് രാജ്യസഭ. രാജ്യസഭയെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഇറ്റ് നെവർ ഡിസോൾവ്സ്. രാജ്യസഭയെ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്നു ആൻഡ് ഇറ്റ് നെവർ ഡിസോൾവ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ക്ലാസ് 11 ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ പേജ് നമ്പർ 105 കൊടുത്തിട്ടുണ്ട്. ദസ് ദ രാജ്യസഭ ഇസ് നെവർ ഫുള്ളി ഡിസോൾവ്. രാജ്യസഭ എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ചെയ്യുന്നില്ല. മാത്രമല്ല രാജ്യസഭയുടെ അംഗങ്ങൾ 6 കൊല്ലം കൂടുമ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും, അതിൽ 2 കൊല്ലം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ടേം അവസാനിച്ച് അവർ റീഎലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അവർ എഴുതിയിട്ടുണ്ട്. അഗൈൻ NCERT എന്നുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏത് സംസ്ഥാനത്തിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ആന്ധ്രാപ്രദേശാണ്. ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈക്യാമറൽ ആയിരിക്കും. അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടായിരിക്കും. 2 സഭകളുള്ള സംസ്ഥാനങ്ങളായിരിക്കും. പാർലമെന്റിനെ പോലെ. ഇപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിയമസഭ മാത്രമേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. എന്നാൽ ആന്ധ്രാപ്രദേശിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് ക്ലാസ് 11 ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ പേജ് നമ്പർ 103 സ്റ്റേറ്റ്സ് ഹാവിംഗ് ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ഒന്നാമത്തെ സ്റ്റേറ്റ് എന്താണ്? ആന്ധ്രാപ്രദേശാണ്. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പൊളിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മനസ്സിലായി. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി 3 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. എക്കോണമി നോക്കുക. ഹൂ ഈസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആദം സ്മിത്ത് ആണ്. NCERT ചോദിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ക്ലാസ് 12 ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 4 ആദം സ്മിത്ത് ഈസ് റിഗാർഡ് ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അഗെയിൻ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ക്ലാസ് 12 ചാപ്റ്റർ 5 ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി പേജ് നമ്പർ 71 ബഡ്ജറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഡാറ്റകളെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തില്ല? ക്രെഡിറ്റ് കൺട്രോൾ ഇല്ല. മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിഫൈൻ ദ റിയൽ നാഷണൽ ഇൻകം? GDP അറ്റ് കറന്റ് പ്രൈസ് ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ക്ലാസ് 12 ചാപ്റ്റർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പേജ് നമ്പർ 29 കോൺസ്റ്റന്റ് പ്രൈസിലുള്ള റിയൽ GDP പറ്റി പറയുന്നുണ്ട്. ഇനി സയൻസിലേക്ക് നോക്കാം. അപ്പം ജനറൽ അവയർനെസ് വിഷയം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല. NCERT നിന്ന് ചോദ്യങ്ങൾ ചോദിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് ലെവലിലുള്ള ചോദ്യങ്ങളാണെന്നൊന്നും പ്രത്യേകം RRB എടുത്ത് പറയാറില്ല. ചുമ്മാ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, സ്പോർട്സ്, കൾച്ചർ അങ്ങനെയുള്ളൊരു സിലബസാണ് സാധാരണഗതിയിൽ RRB ഫോളോ ചെയ്യാറ്. എന്നാൽ ജനറൽ സയൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. RRB എന്ത് ചെയ്യാറുണ്ട്? എടുത്ത് പറയാറുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നായിരിക്കും ജനറൽ സയൻസിന് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് പല സിലബസുകളിലും RRB എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന നമ്മൾ ഇനി സയൻസിൻ്റെ ജനറൽ സയൻസിൻ്റെ വിഷയങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൽ ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. ദ മെഷർമെന്റ്സ് ഫ്രം ഡാഷ് ആർ ടേക്കൺ ഫോർ ദ സ്പെറിക്കൽ ലെൻസസ് അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. ഇത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ മെഷർമെന്റ്സ് ഫ്രം ഡാഷ് ആർ ടേക്കൺ ഫോർ ദ സ്പെറിക്കൽ ലെൻസസ് അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. ഉത്തരം വരുന്നത് ഒപ്റ്റിക്കൽ സെന്റർ ആണ്.
10ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, 9ാമത്തെ ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, പേജ് നമ്പർ 155 സൈൻ കൺവെൻഷൻ ഫോർ സ്ഫെറിക്കൽ ലെൻസിനകത്ത് പറയുന്നുണ്ട്, വി അപ്ലൈ ദ റൂൾസ് ഫോർ സൈൻസ് ഓഫ് ഡിസ്റ്റൻസസ് എക്സെപ്റ്റ് ദാറ്റ് ഓൾ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ലെൻസ്. ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നാണ് എല്ലാ അളവുകളും എടുക്കുന്നത് എന്ന് സൈൻ കൺവെൻഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്തു, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചു. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം NM? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ജൂനിയർ എഞ്ചിനീയറിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഇതും എവിടെ നിന്നാണ്? 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, പേജ് നമ്പർ 149 അതേ നൊട്ടേഷൻ അടക്കമാണ് ചോദിച്ചിരിക്കുന്നത്. NM എന്ന് പറയുന്ന അതേ നൊട്ടേഷൻ അടക്കമാണ് ഇവിടെ തന്നിരിക്കുന്നത്. NM is equal to speed of light in air divided by speed of light in medium. ഇനി the value of universal gravitation constant was determined by. RRB ALPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഗ്രാവിറ്റേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ നേരെ പോയിട്ട് ഐസക് ന്യൂട്ടനെ കുത്താനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇവിടെയാണ് NCERTയുടെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചു നിങ്ങൾ തള്ളിക്കളയുന്ന പല ചോദ്യങ്ങളും അല്ലെങ്കിൽ അറിയാമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എന്തായിരിക്കും, തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. ഒരു NCERTയിൽ നിന്ന് നേരിട്ട് പറക്കിയെടുത്ത് എഴുതുന്ന ചോദ്യങ്ങളാണ്. 9ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 9 ഗ്രാവിറ്റേഷൻ, പേജ് നമ്പർ 102 പറയുന്നു, ദ വാല്യൂ ഓഫ് G വാസ് ഫൗണ്ട് ഔട്ട് ബൈ ഹെൻറി കാവൻഡിഷ്. അദ്ദേഹമാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് എന്ന് NCERT പാഠപുസ്തകം പറയുന്നുണ്ട്. അദ്ദേഹം ഓപ്ഷനകത്തുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഹെൻറി കാവൻഡിഷ് ആയിരിക്കും. അങ്ങനെ ഫിസിക്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി കെമിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ്. ജൂനിയർ എഞ്ചിനീയർ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. 9ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, 4ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, പേജ് നമ്പർ 41 കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെന്റൻസിനകത്ത് ഈ ഹൈഡ്രജന്റെ അവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടാണ് അവർ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഡാഷ്. സെയിം സെന്റൻസ്, ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ. മനസ്സിലാവുന്നുണ്ടോ? ജനറൽ സയൻസ് എന്ന് പറയുന്നതും NCERT ബേസിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി in the aluminothermic process the role of aluminium is reducing agent. RRB ജൂനിയർ എഞ്ചിനീയറിന് ചോദിച്ച ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ചാപ്റ്റർ 3 മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, പേജ് നമ്പർ 52 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി when acid reacts with metal carbonate dash is formed. ആസിഡ് മെറ്റൽ കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോം ചെയ്യുന്നത്? RRB ജൂനിയർ എഞ്ചിനീയറിനെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോൾട്ട് ആണോ? ഓൾ ഓഫ് ദി ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് മെറ്റൽ കാർബണേറ്റ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത്. സയൻസ് 10ാം ക്ലാസ് സയൻസ് എടുക്കുക, 2ാമത്തെ ചാപ്റ്റർ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്, പേജ് നമ്പർ 21 ആ റിയാക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ കാർബണേറ്റും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് തന്നെയാണ് അവർ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ കാർബണേറ്റ് ഡാഷ് ഇസ് ഫോംഡ്. സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. അത് 3 ഓപ്ഷനകത്തുള്ളത് കൊണ്ട് ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള ലൈഫ് സയൻസ്, അതായത് കെമിസ്ട്രി എന്നുള്ള ചോദ്യങ്ങൾ നോക്കി. ഇനി നോക്കാനുള്ള ലൈഫ് സയൻസ് അഥവാ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. What is the important functions performed by SCR in the vertebrate liver cell? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയ്സൺസ് ആണ്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുക്കുക, 5ാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫിൽ പേജ് നമ്പർ 56 പറയുന്നു, SCR plays a crucial role in detoxifying many poisons and drugs. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERTയിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ SCR ഇൻ വെർട്ടിബ്രേറ്റ് ലിവർ സെൽ എന്ന് ചോദിച്ചിരിക്കുന്നു. SCR പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡീടോക്സിഫൈങ് മെനി പോയ്സൺസ് ആൻഡ് ഡ്രഗ്സ് എന്ന് NCERTക്കകത്ത് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഓയിൽ ഗ്രാനുൾസ് ഇൻ ദ പ്ലാന്റ് സെൽ? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 5 ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫ്, പേജ് നമ്പർ 57 പറയുന്നു, ല്യൂക്കോപ്ലാസ്റ്റ് ആർ പ്രൈമർലി ഓർഗനൈസ്ഡ് ഇൻ വിച്ച് മെറ്റീരിയൽ സച്ച് ആസ് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ ഗ്രാനുൾസ് ആർ സ്റ്റോർഡ്. ഡയറക്റ്റ് സെന്റൻസിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു? ചോദ്യമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസ് നോൺ ആസ് സൂയിസൈഡ് ബാഗ് ഓഫ് സെൽ? താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് സൂയിസൈഡ് ബാഗ് ഓഫ് സെൽ എന്ന് വിളിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലൈസോസോമാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ് 2022
എഗൈൻ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം 5ാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ 57 പറയുന്നു therefore lysosomes are known as the suicide bags of a cell എന്ന് പറയുന്നു. അപ്പോൾ ജനറൽ സയൻസിൻ്റെയും ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? NCERT-യിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും എക്സാമ്പിൾസ്, ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് കാണിക്കാം. നമുക്ക് ഈ പറയുന്ന പോലെ ക്ലാസിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ വീഡിയോയുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ടൈം കൂടി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വിഷയത്തിൽ നിന്നും 3 ചോദ്യങ്ങൾ വീതം എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ചോദ്യങ്ങളാണ് NCERT-യിൽ നിന്നും ചോദിക്കുന്നത് എന്ന്. ഇതുകൊണ്ടാണ് ഹൗ സ്റ്റഡിയിങ് NCERT ഹെൽപ്സ് ഇൻ യുവർ എക്സാം പ്രിപ്പറേഷൻ, ഇതുകൊണ്ടാണ് NCERT പഠിക്കുന്നത് നിങ്ങളുടെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വ്യക്തമായി കാണും. ഇത്രയും ചോദ്യങ്ങൾ NCERT ബേസിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NCERT പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഇനി 3ാമത്തെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിൽ? ആദ്യം എന്തുകൊണ്ട് NCERT ഇമ്പോർട്ടൻ്റ് ആവുന്നു, 2 NCERT എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കുന്നത്, 3 ഡീകോഡിങ് NCERT ക്ലാസ്സസ് ബൈ സ്കോർ. സ്കോർ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? സ്കോർ എന്ത് ചെയ്യും? NCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് ക്വിസുകളുമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് വിഷയങ്ങളിലും ജനറൽ അവയർനെസ് വിഷയങ്ങളും, ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കോണമി തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ എടുത്ത് വെച്ച് ആ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, RRB ഇതിന് മുന്നേ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ഇനി ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് NCERT ക്ലാസ്സുകളിലൂടെ സ്കോർ അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഇനി അത് മാത്രമാണോ? അല്ല, ചാപ്റ്റർ വൈസ് ക്വിസുകളും ഉണ്ടായിരിക്കും. ഒരു NCERT-യുടെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു. NCERT നമ്മൾ ടെലഗ്രാമിലായിരിക്കും മിക്കവാറും ഈ NCERT ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ടെലഗ്രാമിൽ ചാപ്റ്റർ വൈസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ഇന്ന ദിവസം ഇന്ന ക്ലാസ്സിൻ്റെ ഇത്രാമത്തെ ചാപ്റ്റർ ആയിരിക്കും ക്ലാസ് പോവുക എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു. നിങ്ങൾ ആ ക്ലാസ്സിന് പ്രിപ്പയർ ആയിട്ട് വരുന്നു, ആ ക്ലാസ് കഴിയുന്നു, ആ ക്ലാസ്സിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ക്യൂസ് രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. ആ ക്യൂസിനകത്ത് RRB മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള RRBക്ക് വേണ്ടിയിട്ട് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിട്ടായിരിക്കും അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ടായിരിക്കും സ്കോർ ടീം ഇനി മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരിക്കുക. ഈ NCERT ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.